നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന് അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടുവെന്നും 2 ദിവസമായി ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ട് ഏകകണ്ഠമായി അംഗീകരിച്ചുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ഘടകങ്ങൾക്ക് പുറമെ പരാജയത്തിന്റെ കാരണങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും CPIM തീരുമാനിച്ചു. ഇതിനായി ഈ വഴികൾ എന്ന മെയിൽ സംവിധാനവും വാട്സാപ്പ് നമ്പറും CPIM പുറത്തിറക്കി. ഇതിലൂടെ പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനാകും. കണ്ണൂർ ജില്ലയിലെ കനത്ത പരാജയം, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ, വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത്, ആഗോള അയ്യപ്പ സംഗമം, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങി പരാജയത്തിലേക്ക് നയിച്ച ഓരോ കാരണങ്ങളും CPIM ഏറ്റുപറഞ്ഞു. തെറ്റുതിരുത്തി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയും CPIM സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ചു. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം മറികടക്കാൻ പുതുവഴികളിലൂടെ CPIM-നും ഇടതുപക്ഷത്തിനും സാധിക്കുമോ? വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിന് ഊക്കുപോരാ എന്ന വിമർശനമാണ് ചർച്ചയിലുണ്ടായതെന്നും വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ ഞങ്ങളെല്ലാം എതിർത്തിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ. പയ്യന്നൂരിലേത് ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണെന്നും സംഘടനാ തലത്തിലെ വിഭാഗീയത പരിശോധിക്കേണ്ടതുണ്ട് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പാർട്ടി തള്ളിക്കളഞ്ഞത് തന്നെയാണ്. എന്നാൽ ഏറെ ശക്തമായി പ്രതിരോധിച്ചില്ല എന്ന ഒരു പൊതു അവബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു അവബോധത്തെ, ഈ സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശനവുമായിട്ട് കാണുകയാണ്. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശനവുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന CPIM നേതാവ് P ജയരാജൻ രംഗത്തെത്തി. വെള്ളാപ്പള്ളി 2 തോണിയിൽ കാലുവയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ബഹുമുഖ വേഷം കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും P ജയരാജൻ പറഞ്ഞു. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാണ് 2 തോണിയിൽ കാല് വെക്കുന്നത്. അദ്ദേഹം SNDP-യുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെൻറ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക, പിന്നെയോ മകനെ BDS-ൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം. സനീഷ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ചയ്ക്ക് എടുത്ത വിഷയം തന്നെയാണ് CPIM-ൻ്റെ തിരുത്തൽ ഏത് നിലയ്ക്കായിരിക്കുമെന്ന്. അത് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ തിരുത്താൻ പോകുന്നത്, എവിടെയൊക്കെയാണ് പാളിച്ചകൾ വന്നത് എന്ന് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു വിലയിരുത്തൽ എന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ഈ പ്രക്രിയ ഒരു പുനരുജ്ജീവനത്തിന് ഉതകുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് കാണാവുന്ന, ആ പാർട്ടിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് നോക്കുന്ന ആൾ, ആ പാർട്ടി കേരളത്തിൽ വേണമെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് തെറ്റില്ലാത്തൊരു ആദ്യപടിയായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതുവരെ എല്ലാം ശരിയാണ്. മറ്റേ ഇന്നസെൻ്റ് കിലുക്കത്തിൽ ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് പറയുന്നില്ല, ഇതുവരെ എല്ലാം ശരിയാണ് എന്ന് പറയാവുന്ന ഒരു നില ഉണ്ടെന്നാണ് എനിക്ക് കേട്ടപ്പോൾ, വാർത്താസമ്മേളനം കേട്ടപ്പോൾ തോന്നുന്നു. ഒരുപാട് പ്രസ്താവനകളുണ്ട്. അതിപ്പോൾ നമ്മൾ പകലും ഈ വാർത്താസമ്മേളനം നടന്നതിന് ശേഷം എല്ലാവരും അത് കേട്ടതുകൊണ്ടാണ് നമ്മളതിൻ്റെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മുഴുവൻ ബൈറ്റ് നമ്മൾ കൊടുക്കാത്തത്. എന്തായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. തെറ്റ് തിരുത്തുക എന്നതിൻ്റെ ആദ്യ പടിയായിട്ട് തെറ്റ് മനസ്സിലാക്കുക എന്നതാണല്ലോ ആദ്യത്തെ ഒരു കാര്യം. തെറ്റ് തിരുത്തണമെങ്കിൽ ആദ്യം തെറ്റ് മനസ്സിലാക്കണം, രണ്ടാമത് തെറ്റ് സമ്മതിക്കുകയും വേണം. ഈ 2 കാര്യങ്ങൾ ഇവർ ചെയ്തു കഴിഞ്ഞു എന്നൊരു തോന്നലാണ് എനിക്കിത് കണ്ടപ്പോൾ ഉണ്ടായത്. അവർ സുഘടിതമായിട്ടൊരു പ്രോസസ്സിലേക്ക് പോയി അവരുടെ കമ്മിറ്റികളെല്ലാം വിളിച്ചു ചേർത്തിട്ട് ആ കാര്യങ്ങളെല്ലാം കേട്ട് സ്വയം വിമർശനമൊക്കെ നടന്ന് അവർ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ തെറ്റ് സമ്മതിച്ചു എന്ന് വെച്ചാൽ ബഹുജനത്തിന് മുമ്പാകെ വന്നിട്ട് CPM വന്ന് തെറ്റ് സമ്മതിക്കുകയാണ്. അതായത് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് പരിചയമുള്ള CPM-നെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് സാധാരണമായ കാര്യമല്ല എന്ന് ഓർക്കണം. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് ഇവിടെ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്ന സമയത്താണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ CPM-നെതിരായിട്ടൊരു വലിയ ബഹുജന രോഷം ഉയർന്നു വന്ന ഒരു സംഭവം എൻ്റെ നോട്ടത്തിൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമായിരുന്നു. ആ കാലത്ത് പോലും പക്ഷേ ഈ പാർട്ടി ഒന്നാകെ വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ വലിയ തിരിച്ചടി കിട്ടിയ ഈ സന്ദർഭത്തിന് ശേഷമാണ് CPIM ഒരു
ഒരു പ്രോസസ്സാകെ നടത്തിയതിന് ശേഷം വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അത്ഭുതകരമായ വിധം നമ്മുടെ ഓർമ്മയിലുള്ള CPM സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കേൾക്കാത്ത വിധത്തിൽ നാട്ടുകാരും എതിരാളികളും അവർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സമ്മതിക്കേണ്ടായത്. കേരളത്തിൻ്റെ പൊതു മനസ്സിലെ CPIM നേതൃത്വം എന്ന് വെച്ചാൽ നാട്ടുകാർ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വിലക്കെടുക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ സമ്മതിച്ചു തരാത്ത, പെട്ടെന്നങ്ങ് സമ്മതിച്ചു തരാത്ത ഒരു CPM ആണ് നമുക്ക് ആളുകളുടെ മുന്നിൽ നമ്മുടെ പരിചയമുള്ള നേതൃത്വമാണെങ്കിലും CPM ആണെങ്കിലും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ നടേശൻ്റെ കാര്യമാണെങ്കിലും പയ്യന്നൂരിലെ കാര്യമാണെങ്കിലും തളിപ്പറമ്പിലെ കാര്യമാണെങ്കിലും എല്ലാം നിങ്ങൾ എന്താണോ പറഞ്ഞത്, എതിരാളികളായിട്ടുള്ള ആളുകളും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവരെ പരിഹസിച്ചും എതിർത്തും പറഞ്ഞ ആളുകൾ എന്താണോ പറഞ്ഞത് അതെല്ലാം സമ്മതിക്കുന്ന നിലയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ നിലയ്ക്ക് അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് ഈ പറ്റിയ തെറ്റ് സമ്മതിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, തിരുത്താൻ എന്ന ഒരു തോന്നലുള്ളതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് എന്നാൽ ഇവർ ശരിയായ തിരുത്തലുകളിലേക്ക് പോകുമോ എന്ന കാര്യം വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. ഇതിനകത്ത് അവർക്ക് കിട്ടുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള അടിയാണ് പൊതുജനം അവർക്ക് കൊടുത്തത്. പൊതുജനം മാത്രമല്ല, CPM രണ്ടുപേർക്ക് മാറി മാറി ചെയ്യുന്ന സ്വിംഗ് വോട്ടേഴ്സോ അല്ലെങ്കിൽ UDFകാരും മാത്രമോ, UDFന് വോട്ട് ചെയ്യുന്ന ആളുകളോ മാത്രമല്ല, CPIMൻ്റെ തന്നെ പ്രവർത്തകരടക്കം അതിശക്തമായിട്ടുള്ള അടിയാണ് ഇവരുടെ തലക്കെട്ട് മേടിയത് CPMൻ്റെത് എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അടി കിട്ടിയപ്പോൾ നിങ്ങളുടെ അടിക്ക് മുന്നിൽ ഞങ്ങൾ വഴങ്ങിയിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ഈ കാര്യം ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന CPMനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു മുന്നോട്ട് പോക്ക് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് നിർത്താതെ അവർ ഈ പറയുന്ന ഒരല്പം ചില ആളുകൾക്കൊക്കെ ഒരു പരിഹാസം തോന്നാമെങ്കിലും ഒരു വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അയക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ രോഷത്തിൽ ഇവർക്ക് എതിരെയും അനുകൂലമായിട്ടുള്ള തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ എഴുതി അയച്ചാൽ ഇതെന്ത് മെക്കാനിസം വെച്ചാണ് ഇത് മുഴുവൻ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി അയക്കുന്ന ഈ അഭിപ്രായങ്ങൾ ഇവർ വായിച്ചിട്ട് അതിനകത്തുനിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ആര് പറയുന്നതും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളിപ്പോൾ എന്തു പറയുന്നു കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊരു സൂചന അവർ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ CPIM കേരള എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ താഴെ ഇവർ ഈ കാർഡ് ഇട്ടിട്ടുണ്ട്, ഈ നമ്പർ വെച്ചിട്ട് CPM. അപ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതിൽ കുറേയേറെ കമൻറ്റുകൾ MP ഗോവിന്ദൻ മാസ്റ്റർ മാറണമെന്നാണ്, നിങ്ങൾ നേതാക്കൾ മാറണമെന്ന് പറഞ്ഞാൽ രോഷത്തോടെ തന്നെ വീണ്ടും ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം കൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുകയല്ല, രോഷത്തോടെ വീണ്ടും മറുപടി വരുവരാണ്. പക്ഷേ അങ്ങനെയുള്ള രോഷം തീർക്കാൻ, നിങ്ങളുടെ രോഷപ്രകടനത്തിന് വിധേയമാകാൻ ഞങ്ങൾ തയ്യാറാണ്, ഇനിയും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന ഒരു മാനസിക നില കൂടെ CPIM പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിനകത്ത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് പിന്നെയും 6 തവണ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിലെത്തി എന്ന് ഇനിയും നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ അവരതിനകത്ത് തയ്യാറാവുന്നുണ്ട്. അത് ഇപ്പോൾ പല ആളുകളും പറയുന്നത് അന്നത്തെ സാഹചര്യമല്ല CPIMൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ്. അത് തെറ്റായ റീഡിംഗ് ആണ്. കാരണം എല്ലാ കാലത്തും സവിശേഷതകളുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ BJP ആണെങ്കിൽ അക്കാലത്ത് കോൺഗ്രസ് അതിശക്തമായിട്ട് കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല എന്നൊന്നും CPIMൻ്റെ അനുഭാവികളും മറ്റും കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ചെറിയ ഒരുപാട് പറയേണ്ടതെന്ന് കരുതിയിട്ടാണ് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട തീമായിരുന്നു എന്നിവർ മനസ്സിലാക്കുന്നു എന്നത് നല്ലത് തന്നെ. അതായത് വെള്ളാപ്പള്ളി നടേശനോടെടുത്ത നിലപാട് പിന്നെ തെറ്റിപ്പോയി എന്നവർ സമ്മതിക്കുന്നു. അപ്പോൾ ശരിക്കും MP ഗോവിന്ദൻ്റെയോ പിണറായി വിജയൻ്റെയോ പാർട്ടി സെക്രട്ടറിയുടെയോ മുഖ്യമന്ത്രിയുടെയോ പേരെടുത്ത് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ടൊരു കുഴപ്പമില്ല എന്ന്, പേരെടുത്ത് പറഞ്ഞ് വിമർശനമില്ല, വ്യക്തിപരമായിട്ടുള്ള കുറ്റമല്ല എന്ന് അദ്ദേഹം 2 തവണ ആവർത്തിച്ച് പറയുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ആകപ്പാടെ എടുത്താൽ ഈ 2 വ്യക്തികൾക്കെതിരായുള്ള കുറ്റപത്രമാണ് എന്ന് എളുപ്പത്തിൽ കാണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര ഊക്കോട് കൂടിയിട്ട് പ്രതിരോധിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ആരുടെ കുഴപ്പമാണ്? അത് ഈ 2 ആളുകളുടെയും കുഴപ്പമാണ്. അതിൽ തന്നെയും മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ കുഴപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഇവർ സമ്മതിച്ചു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശനോട് നമ്മൾ ഇന്നലെ സംസാരിച്ചു, വെള്ളാപ്പള്ളി നടേശനോട് പ്രാഥമികമായിട്ട് ഇങ്ങനെ 2 വർത്തമാനം പറയേണ്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു? അത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ അത് ചെയ്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് റിപ്പോർട്ടിൽ എഴുതി വെച്ചില്ലെങ്കിലും വാർത്താ സമ്മേളനത്തിൽ വ്യക്തിപരമായിട്ടുള്ള കുഴപ്പമല്ല എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ്റെതാണ് ആ പ്രധാനപ്പെട്ടതായിട്ട് കണ്ടിരിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം നടത്തിയത് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളത് പിണറായി വിജയനാണ് എന്ന് എസ്റ്റാബ്ലിഷ്ഡാണ്. പിന്നെ സ്വന്തം നേതാക്കളെ അവരുടെ ആ കാര്യം നമുക്ക് ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ. കാരണം വ്യക്തിപരമായിട്ടുള്ള കുറ്റമല്ല എന്ന് പറയുകയും ഈ നേതൃമാറ്റമൊന്നും വേണ്ടതില്ല എന്ന് ഉള്ളിലെങ്കിലുള്ള തീരുമാനത്തെയും നമുക്ക് ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായിട്ട് ഈ എതിരാളികൾ അപ്പാടെ തന്നെയും ഈ 2 പേരാണ് കുഴപ്പക്കാരെന്ന് ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത്
കൂടെ അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ ആ പാർട്ടിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഞങ്ങൾ കുഴപ്പക്കാരായിരുന്നു, ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ഈ സർക്കാർ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ വലിയ കുഴപ്പക്കാരായിരുന്നു എന്ന് ഇവർ തന്നെ സമ്മതിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അത് ആത്മഹത്യാപരമാണ്. അത് ചെയ്യാതിരുന്നാൽ നന്നായി എന്നേ എനിക്കുള്ളൂ, തോന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഒരു പുതുവഴികളിലൂടെ പോകാനുള്ള അഭിപ്രായം തേടുന്നു എന്ന കാര്യങ്ങളൊക്കെ ആ നിലക്ക് നമ്മൾ കാണണം. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഹർഷ. അതായത് ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉണ്ടായപ്പോഴാണല്ലോ, അതിനുശേഷമാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ വമ്പൻ തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ഇവർ ഇതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങി നേരിട്ട് പോയിട്ടായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ തൊട്ടു പിന്നാലെ അവർ കണ്ടത്, അവർ വന്നൊരു പെശകായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ശബരിമല പ്രശ്നമാണ്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തിരിച്ചടിക്ക് കാരണം എന്ന സിംഗിൾ പോയിന്റ് അജണ്ട ഇവർ പിടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, അതിദ്രുതം പോയ ഹിന്ദു വോട്ടുകൾ പിടിക്കാനുള്ള പരിപാടികളിലേക്ക് ഇവരങ്ങ് ചാടി വീഴുന്നതാണ് കണ്ടത്. അത് ആദ്യഘട്ടത്തിൽ അവിശ്വസനീയമായിരുന്നു, അല്ല അങ്ങനെ ആയിരിക്കില്ല, ചില രാഷ്ട്രീയ ധാരണകളൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിൽ, പക്ഷേ ഇവർ ചാടി വീണിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ആശങ്കകളെ പരിഗണിക്കുകയേ ചെയ്യാതെ ഹിന്ദു വോട്ട് സമാഹരിക്കാനായിട്ടുള്ള പോക്ക് എന്ന് പിന്നീട് മനസ്സിലാക്കിയ ഒരു വമ്പൻ ഓട്ടം ഇവർ നടത്തുകയാണ് ചെയ്തത്. മണ്ടത്തരമായിരുന്നു അത്. കാരണം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിക്ക് കാരണങ്ങളിലെ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ കാരണം മാത്രമേ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഗതി ഉണ്ടാക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഹർഷനും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് തന്നെയും വരുമെന്ന കേരള രാഷ്ട്രീയ മനസ്സിൻ്റെ ഒരു ചിന്തയായിരുന്നു. വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാനായിട്ട് ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു ഓളമായിരുന്നു. അതിനെ അങ്ങനെ തിരിച്ചറിയാതെ ഹിന്ദു വോട്ട് സമാഹരിക്കണം, അത് നമ്മളിന്ന് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ ചാടി അപ്പുറത്തേക്ക് വീണിട്ട് അതിനുവേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നയാളെ വേണ്ട രീതിയിൽ കുറ്റപ്പെടുത്താത്ത രാഷ്ട്രീയമായ മണ്ടത്തരത്തിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും മറ്റും പോയത് എന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ആ രാഷ്ട്രീയമായ മണ്ടത്തരത്തിന് അവരിപ്പോൾ വില കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ CPIM-ൻ്റെ നേതാക്കൾ മനസ്സിൽ വെക്കേണ്ടുന്നൊരു കാര്യം, ഇപ്പോൾ അവരെല്ലാവരോടും അഭിപ്രായം പറഞ്ഞു. മുമ്പൊക്കെ ആണെങ്കിൽ ഹർഷ നമ്മൾ CPM-ന് ഇങ്ങനൊരു കാര്യം ചെയ്യണം കേട്ടോ, CPM എന്ന് മാധ്യമപ്രവർത്തകർ CPM-ന് ഉപദേശിക്കാൻ നിന്നാൽ എല്ലാവർക്കും വന്ന് നമ്മൾ ചീത്ത വിളിക്കും, എല്ലാവരും നമ്മൾ ചീത്ത വിളിക്കും. എനിക്ക് ഈ ഞാൻ നേരത്തെ ഉദാഹരിച്ച TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കാലത്ത് ചില ഉപദേശങ്ങൾ കൊടുത്തതിന് ചീത്ത വിളി കിട്ടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് സാധാരണ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ ഉറക്കെ തന്നെ ഉപദേശിക്കാൻ ധൈര്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പക്ഷേ നിങ്ങളെല്ലാം പറഞ്ഞോളൂ എന്നൊരു കാര്യം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉപദേശം ഇതാണ്, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ചാടി വീണ് രാഷ്ട്രീയ മണ്ഡലങ്ങൾ പരപരാ ചെയ്ത ആ സാഹചര്യം നിങ്ങൾ ആവർത്തിക്കാതിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ പരിഹരിക്കാനായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്നങ്ങ് അടിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. ഇന്നിപ്പോൾ P. ജയരാജൻ പറഞ്ഞത് കേട്ടത് നല്ലത്. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയിട്ട് അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയ ഡിബേറ്റൊക്കെ നടത്താം. പക്ഷേ എന്ന് വെച്ച് CPM-ൻ്റെ സംസ്ഥാന സമിതി ഇങ്ങനൊരു കാര്യം പുറത്തേക്ക് വരും, നാളെ മുതൽ വന്നിട്ട് അറഞ്ചം പുറഞ്ചം വെള്ളാപ്പള്ളി നടേശനെ തല്ലിയേക്കാം എന്ന് കരുതിയാൽ 10-90 വയസ്സുള്ളൊരു സാമുദായിക നേതാവിനെ ഈ CPM-കാർ ഇപ്പോൾ തോറ്റതിൻ്റെ ആവേശത്തിൽ വന്ന് മർദ്ദിക്കുന്നേ എന്ന് നാട്ടുകാർ ഇവർക്കെതിരായിട്ട് നിൽക്കാനാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് ചാടരുത്. പതുക്കെ രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരുത്തിയിട്ട് അതിനകത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആകെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. ഇതിനകത്ത് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താം പക്ഷേ അത് ഇതിനകത്ത് പിന്നെ പൊതുസമൂഹത്തെ മതവൽക്കരിച്ച് അതുവഴി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് മതവൽക്കരണം നടത്തി അതുവഴി വർഗീയതയിലേക്ക് പോയി എന്നൊരു പരാമർശം ഇദ്ദേഹം നടത്തി. അത് അവരുടെ പാർട്ടി പൊളിറ്റിക്കൽ ലൈനിൽ നിന്നുകൊണ്ടുള്ള നല്ലൊരു വേർഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, കേരളത്തിലെ പൊതുസമൂഹം അതിപ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അമിത മതവൽക്കരണത്തിന് വഴങ്ങുന്ന മനുഷ്യരല്ല. എല്ലാ നേരവും എല്ലാ കാര്യങ്ങളും മതത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ആളുകളല്ല ഇതിനകത്തുള്ള ആളുകൾ ആരും. അങ്ങനെയാണെങ്കിൽ മതരാഷ്ട്രീയം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതേക്കാൾ ശക്തി വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മതരാഷ്ട്രീയം പറയുന്ന BJPക്ക് ഇതേക്കാൾ ശക്തി വരേണ്ടതാണ്. നമ്മുടെ അതങ്ങനെ മതവൽക്കരിക്കപ്പെട്ട സൊസൈറ്റി അല്ല ഇപ്പോഴും. അതുകൊണ്ട് ഈ മതത്തിനകത്താണ് രാഷ്ട്രീയം കിടക്കുന്നത് എന്ന അബദ്ധധാരണയിലേക്ക് ചാടിയിട്ട് ശബരിമല തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം ചെയ്തതുപോലുള്ള മണ്ടത്തരങ്ങളിലേക്ക് പോകാതിരുന്നാൽ ഒരു MA ബേബി ആവർത്തിച്ച് പറയാനുള്ളത് പോലെ അവധാനതയോടുകൂടി നിന്നിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നാളെ മുതൽ ഇതാണ് ഞങ്ങളുടെ പാർട്ടി ലൈൻ, അതുകൊണ്ട് ഇതിനകത്ത് ശത്രുക്കളായിട്ടല്ലെങ്കിൽ എതിർത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ ഞങ്ങളെല്ലാവരും കൂടെ മാറി മർദ്ദിച്ചേക്കാം എന്ന് കരുതിയാൽ അത് ദോഷം ചെയ്യും. ഈ നേരത്തെ ഹിന്ദു വോട്ട് പിടിക്കാനാണ് ചെന്നതെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടത് മുസ്ലിം വോട്ടാണല്ലോ, അത് പിടിച്ചേക്കാമെന്ന് കരുതിയിട്ട് വേറെ വല്ല കാര്യങ്ങളും ചെയ്താൽ അതും കുഴപ്പമുണ്ടാകും. ഇതൊക്കെ അവർക്ക് അറിയാവുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും വലിയ തിരിച്ചടികൾക്ക് ശേഷം തെറ്റ് മനസ്സിലാക്കുകയും തിരുത്താൻ ആവശ്യമാം വിധം തെറ്റ് സമ്മതിക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് അവരുടേത് എന്നതുകൊണ്ട് അവർ ആ നിലക്ക് അവരുടെ നിലനിൽപ്പിനെ പറ്റി പരിഗണിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കേട്ടപ്പോൾ.
തീർച്ചയായും എനിക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് സാധ്യമായ എല്ലാ രീതികളും കൊണ്ട് ഈ ഒരു തകർച്ചയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നു, തിരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എനിക്കിതിൽ പെട്ടെന്ന് തോന്നിയ ചില സംശയങ്ങൾ, ഇതിൽ ഒരു മാർക്സിസ്റ്റ് രീതി അനുസരിച്ച്, ഒരു സ്വയം വിമർശന രീതി അനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിലേറ്റവും പരമപ്രധാനമായി വേണ്ടത് അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. ആർക്ക് പറ്റിയ തെറ്റാണ്? അതിന് ഉത്തരവാദി ആരാണ്? ആ ഉത്തരവാദിത്വം ആർക്കാണ്? അത് സംബന്ധിച്ച് എവിടെയും ഒരു പരാമർശവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചതിനകത്ത് പാളിച്ച സംഭവിച്ചു എന്ന് പറഞ്ഞതിൽ മാത്രമാണ് ആകപ്പാടെ അതൊരു അക്കൗണ്ടബിലിറ്റി എന്നുള്ള നിലയ്ക്കല്ല, അത് അവിടുന്ന് എടുത്ത് ജില്ലാ നേതൃത്വത്തിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ആർക്കാണ് ആ വീഴ്ച സംഭവിച്ചത്? ആർക്കാണ്? അത് ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ആ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൽ പാളിച്ച സംഭവിച്ചു എന്ന നിലയ്ക്കാണ് അതിനെ വിലയിരുത്തി അവതരിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നത് എന്നുള്ളിടത്ത് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പങ്കുമില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ലെങ്കിൽ പാർട്ടി കേഡർമാർ വിശ്വസിക്കേണ്ടത്? ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വിശ്വസിക്കേണ്ടത് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. CPM-നെ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ നമ്മളാരും കാണുന്നത്. അതിൻ്റെ സംഘടനാ രീതി, ലോകത്ത് എവിടെയെങ്കിലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി എന്താണ് എന്ന് ഇത്ര സൂക്ഷ്മമായി അറിയാവുന്ന ഒരു ജനസമൂഹമുള്ളത് വേറെങ്ങും കാണത്തില്ല. കാരണം കേരളത്തിൽ എല്ലാവരും അതിനെ അത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതാർക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്നിടത്താണ് ഒരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് അതൊരു വിശദീകരിക്കുന്നില്ല, തുറന്നു പറയുന്നില്ല എന്നല്ലാതെ അവർക്കകത്ത് നല്ല ധാരണ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കാക്കൂടെ? ഇല്ല, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലേ? അതാണ് എൻ്റെ ചോദ്യം. അതായത് ഈ വീഴ്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെയാണെങ്കിൽ അതാണല്ലോ. ഇപ്പോൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം വിശദീകരിച്ച് പറയുമ്പോൾ ഈ പെരുമാറ്റ രീതി, അതുപോലെ ഈ കേഡർമാരുമായിട്ടുള്ള കണക്ട് മിസ്സാവുന്നത്, ഇതെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദനുമാണ് ഇതിനകത്തുള്ള ഉത്തരവാദിത്തം കൂടുതൽ എന്ന കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ? അതെല്ലാവർക്കും അറിയുന്നല്ലേ? അല്ല, അത് അങ്ങനെയല്ല. അതാണ് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ട സ്ഥിതി ഇപ്പോൾ ഉണ്ടല്ലോ. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് ഈ മുഴുവൻ കേഡർമാരോടും പൊതുസമൂഹത്തോടും എല്ലാം പാർട്ടി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത്? കാരണം മുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എല്ലാവരും. അപ്പോൾ മുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് പതുക്കെ താഴേക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ 3 മാസം നീണ്ടു നിൽക്കാൻ പോകുന്ന എന്ത് പ്രക്രിയയാണ്? ഈ മുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രക്രിയ അല്ല താഴേക്ക്. ഇനിയിപ്പോൾ റിപ്പോർട്ടിങ് താഴേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ ബോട്ടംസ് അപ്പ് എന്നുള്ള രീതിയിൽ എല്ലാം താഴേക്ക് കൊടുക്കുക, മുകളിൽ വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുക എന്ന മട്ടിലാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കത് കാത്തിരിക്കണം. കാരണം CPM ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇടിപിടിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമൊന്നും അല്ല. അത് കാത്തിരിക്കേണ്ടത് തന്നെയുണ്ട്. പക്ഷേ അതിലേക്ക് ആ വിലയിരുത്തൽ എത്തുന്നില്ല എന്നുള്ള തോന്നലാണ് എനിക്കിപ്പോൾ തോന്നിയത്. കാരണം ഇപ്പോൾ ഭരണപരമായ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. വകുപ്പുകൾ തന്നെ സൂക്ഷ്മമായി എടുത്തുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ച് ഒന്നും ചെയ്യാത്ത സർക്കാരൊന്നുമല്ല. ഈ കേരളത്തിൽ സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു സർക്കാർ തന്നെയാണ്. പക്ഷേ ആ സർക്കാരിന് ഈ കേഡർമാരുമായിട്ടുള്ള കണക്ട് വിട്ടു, പൊതുസമൂഹവുമായിട്ടുള്ള കണക്ട് വിട്ടു. കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി വളരെ പരമപ്രധാനമായ സംഗതിയാണ്. പിന്നെ അത് ബോധ്യപ്പെടുത്താനുള്ള രീതി എന്താണെന്നുള്ളത് ഇപ്പോൾ ആളുകൾക്ക്, മാറി നിന്ന് കാണുന്ന ആളുകൾക്ക് ഈ ബന്ധം അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കാവുന്ന കുറേ സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നത് ആ ബന്ധമില്ലാത്തത് കൊണ്ടാണ് എന്ന് ബോധ്യം ആണ് ആളുകൾക്ക് കൂടുതൽ പൊതുവെ ഉണ്ടായത് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. പിന്നെ ഈ സമാന്തരമായി വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ CMRL-മായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ആരോപണങ്ങൾ, ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ ഈ ആരോപണങ്ങളെ എങ്ങനെയാണ് ഇവർ ചർച്ച ചെയ്തത്? അല്ലെങ്കിൽ ഇത് ചർച്ചയേ ചെയ്യേണ്ടതില്ല എന്നായിരുന്നോ സംസ്ഥാന സമിതി തീരുമാനിച്ചത്? അപ്പോൾ അങ്ങനെ കുറേ സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നത്തെയും വിശദീകരണം പോയത്. ബാക്കി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇപ്പോൾ P ജയരാജൻ പറഞ്ഞത് ആദ്യമായി പറയുന്ന കാര്യങ്ങളല്ല. ഇന്നിപ്പോൾ ഒടുവിൽ P ജയരാജൻ അല്ലെങ്കിൽ ഒടുവിൽ CPIM എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കാർഡ് ഞാൻ കണ്ടു. ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇവരാരും പറഞ്ഞാൽ അത് വാർത്തയാവില്ല. അപ്പോൾ പറയേണ്ടത് പിണറായി വിജയനായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇവരത് പറഞ്ഞില്ല. അപ്പോൾ ആർക്കാണ് ഈ അക്കൗണ്ടബിലിറ്റി? ഇന്നിത് വാർത്തയാണ്. ഇപ്പോൾ M സ്വരാജ് പറഞ്ഞപ്പോൾ വാർത്തയല്ല. P ജയരാജൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. അപ്പോൾ വാർത്തയല്ല. അന്നിത് വാർത്തയാവാത്തത് ഇപ്പോൾ എങ്ങനെയാണ് വാർത്തയാവുന്നത് എന്നുള്ളതൊരു ചോദ്യമല്ലേ? അന്ന് പറയേണ്ടവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആര് പറഞ്ഞാലും വാർത്തയാവുന്ന തരത്തിലേക്ക് ആ വിഷയം വന്നപ്പോഴാണ്
അന്ന് ഇവർ പറയേണ്ടവർ പറഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൽ ആ അക്കൗണ്ടബിലിറ്റി അവിടെ എടുത്തു പറഞ്ഞ് തന്നെ വേണം പോകാൻ എന്നുള്ളിടത്താണ് അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ലീഗിനെക്കുറിച്ച് ലീഗിൻ്റെ SIR-മായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. SIR-നെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച് ജനങ്ങളിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം ലീഗ് പ്രവർത്തകർ നടത്തിയെന്നുള്ളത് തെളിവുണ്ട്. അതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പിണറായി വിജയനാണ് SIR നടപ്പാക്കുന്നത് എന്ന് വരെ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ പോയത് എന്തുകൊണ്ടാണ്? മറ്റു പല വിഷയങ്ങൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയത്തിൽ അടക്കം പ്രതികരിക്കേണ്ട സമയത്ത് യഥാവിധി പ്രതികരിച്ചില്ല എന്നതുകൊണ്ടാണ് ആളുകൾ എല്ലാ വിഷയത്തെയും ഓരോ വിഷയത്തെയും തരംതിരിച്ചെടുത്ത് പരിശോധിക്കുകയൊന്നുമില്ല താഴെത്തട്ടിൽ ആളുകൾ നോക്കുമ്പോൾ. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ പിണറായി വിജയൻ എനിക്ക് തോന്നുന്ന കാര്യത്തിന് മാത്രമേ മറുപടി പറയൂ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ധാരണ, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഈ പാർട്ടി ആകപ്പാടെ ഏറ്റെടുത്തു. അപ്പോൾ എന്ത് പറ്റി? ഇന്നിപ്പോൾ കണ്ടില്ലേ, മേജർ രവി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉടനടി പ്രതികരണം വന്നു. അപ്പോൾ ഇവർ കാര്യങ്ങൾ പഠിച്ചു, ഉടനടി പറഞ്ഞാൽ മാത്രമേ. അപ്പോൾ വന്ന് മേജർ രവി പറഞ്ഞൊരു ബ്ലണ്ടറാണ്, അങ്ങേയറ്റം എക്സ്ട്രീമായിട്ടുള്ള കള്ളമാണ്, വലിയ കള്ളം, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു വലിയ കള്ളം. CPM-നെ കുറിച്ചാകുമ്പോൾ എത്ര വലിയ കള്ളവും പറയാം എന്നത് ഒരു നോമായി മാറി. എന്തുകൊണ്ടാണ്? അതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ വർത്തമാനം പറഞ്ഞില്ല. ഞാൻ നിങ്ങൾക്കൊന്നും മറുപടി തരേണ്ട ആളല്ല എന്ന മട്ടിൽ ഇവർ നിന്നോ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും കള്ളം പറയാം. അപ്പോൾ ഈ സത്യം ചെന്നിട്ട് ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തിയ കാര്യങ്ങളെ പറ്റിയൊന്നും പറയാൻ ഇവർക്ക് നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരത് അപ്പോൾ ഇന്നിപ്പോൾ കാര്യങ്ങൾ ഇവർ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണമായ കാര്യങ്ങളിൽ ഒന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരണം മാത്രമല്ല, ഇന്നത്തെ മേജർ രവിയുടെ സംഭവത്തിൽ ഉടനടി വന്ന് അതേ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നാണ് ഉടനടി പ്രതികരണം വരുന്നത്. അപ്പോൾ എന്ത് കള്ളവും നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന സംഗതിയിൽ നിന്നാൽ ഞങ്ങൾ ഈ കേരളത്തിലെ എല്ലാ നാട്ടുകാർക്ക് അറിയാവുന്ന ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ബഹുമാനിക്കുകയാണ്, നാട്ടിലെ ആളുകൾ മുഴുവൻ CPM എന്ന് പറഞ്ഞ് ബഹുമാനിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയേണ്ടത് പറഞ്ഞാൽ മതി എന്നുള്ള ധാരണ എന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങാനും കൂടെ ഇവർക്ക് ഉപകാരപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്നത് അവർ മനസ്സിലാക്കി. റൈറ്റ്, അത് തന്നെയാണ്. അത് സനീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നൂറുകണക്കിന് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ വ്യാപകമായി നുണപ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിന് യഥാസമയത്ത് അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് ചെയ്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. CPM ചെയ്തില്ല. അത് പഴയ സംഘടനാ രീതിയൊക്കെ വെച്ചിട്ട് ഒരു വിഷയം ഉണ്ടായാൽ അതിലടുത്ത കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്ത് അതിന് ശേഷം പ്രതികരിക്കുക എന്ന മട്ടിൽ ആ ഒരു ചിന്താഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ സമയത്തൊരു പ്രതികരണം വന്നാൽ ആ ചർച്ചയ്ക്ക് ആ ഇരുപക്ഷവും കേട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് പിന്നീട് മുന്നോട്ട് പോവുക. അതിന് പകരം എല്ലായ്പ്പോഴും CPM. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഈ കണക്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനകത്തുള്ള ഒരു കാര്യം, അത് ഇവരോടാരോടും ഞാൻ മറുപടി പറയേണ്ടതില്ല എന്നുള്ള തോന്നലൊരു പ്രശ്നമാണ്. നമ്മൾ ഇതിനെല്ലാം ഉയരെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ. അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെ അടിയിലൂടെ പോകും എന്ന് വിചാരിച്ചാൽ ഈ അടിയിലാണ് ഈ കാര്യം കിടക്കുന്നത്. അതിൽ പിണറായി വിജയൻ ഇപ്പോൾ ഇനിയുള്ള ലീഡർഷിപ്പ് VD സതീശൻ്റെ കാര്യങ്ങൾ പഠിക്കണം. VD സതീശൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വലിയ 102 സീറ്റോടെ വലിയ അധികാരത്തിൽ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഓരോ കാര്യത്തിലും ഉടനടി മറുപടി പറഞ്ഞാൽ പോകുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് ചിരിയാണ് വരുന്നത്, തമാശ പറഞ്ഞ ഏത് വിഷയത്തിലായിരുന്നു എന്ന് ഓർമ്മയില്ല. ആദ്യ ദിവസം തന്നെ മൂപ്പര് മറുപടി പറഞ്ഞിട്ട്, അതായത് ഉടനടിയാണ് ഓരോ വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റവും അപ്രധാനമെന്ന് തോന്നുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വരുന്നതിനെക്കുറിച്ച് പോലും മറുപടി പറഞ്ഞാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വലിയ നേതാവ് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിലും ഇത്രയും താഴെ ഇരിക്കുന്ന CPM-ന്റെ ലീഡർഷിപ്പ് ആണെങ്കിലും അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് VD സതീശനിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അവർ കുറച്ച് വിഷമായിട്ടൊന്നും വിചാരിക്കേണ്ട, അത് നല്ലതാണ്. അതുപോലെ ഈ 2010 വരെയൊക്കെ നമ്മൾ കണ്ടിരുന്ന പൊളിറ്റിക്സിൽ നിന്ന് യഥാർത്ഥത്തിൽ CPM പയ്യെ മാറിയിട്ടുണ്ട്. കാരണം ക്ലാസ് ലൈനിൽ നിന്ന് വ്യതിചലിച്ചോ എന്ന് ചോദിച്ചാൽ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണ്ട ചില കാര്യങ്ങളിലേക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് സാധാരണ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിൽ എത്രത്തോളം അവർക്ക് അത് പറ്റി എന്നുള്ള ചോദ്യം കൂടി ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെ ധാരാളം ഉയരുന്നുണ്ട്. ഇപ്പോൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഉതകും എല്ലാവരും അഭിപ്രായം പറയൂ എന്നുള്ള ഒരു നിർദ്ദേശം, അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഇമെയിൽ ID-യും ഒക്കെ കൊടുത്തിരിക്കുന്നത്, വാട്സാപ്പ് നമ്പറും ഒക്കെ കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത ആളുകൾക്ക് ഉണ്ടാക്കാൻ ഉതകും എന്നതിനപ്പുറം അത് വന്നതിന് ശേഷം ഞങ്ങൾ തിരുത്താം എന്നുള്ള തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. കാരണം അത് ചുറ്റും നോക്കിയാൽ മനസ്സിലാവണമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇല്ലേ, ഇതിപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ലേ? ആദ്യം മനസ്സിലാവേണ്ടത് ആർക്കാണ്? അത് നേതൃത്വത്തിനല്ലേ?
ഈ എണ്ണി പറയുകയല്ലേ. ഇന്നിപ്പം പതിവിന് വിപരീതമായി അത്രയധികം പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ ഇതാണ് എന്ന് എണ്ണി പറയുമ്പോൾ ഇത് നേരത്തെ ബോധ്യപ്പെടേണ്ടതല്ലേ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്? ആ കണക്ട് ഇല്ലാത്തത് കൊണ്ടല്ലേ അതങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ശബരിമലയുടെ കാര്യം സനീഷ് പറഞ്ഞു. ശബരിമല പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇതാണ് പാർലമെൻറ്റ് പരാജയത്തിന് ഞങ്ങൾക്ക് കാരണമായത് എന്ന് തീരുമാനിച്ചങ്ങ് ഇറങ്ങി തിരിച്ചു. അതങ്ങനെ ഇതിൻ്റെ ഒരു തുടർച്ച. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ താളം തെറ്റിയിട്ടുള്ളത്. പക്ഷേ അത് മാത്രമല്ല എന്നിവർക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ആ കണക്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തീർച്ചയായും CPM പോലൊരു പ്രസ്ഥാനത്തിന് ഇത് പറ്റും. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒറ്റ കാര്യം കൂടി ചേർത്ത് പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം ഹർഷം പറഞ്ഞു. ഇപ്പം അയ്യപ്പ സംഗമത്തിന് ആശംസയായിട്ട് യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വന്നു. അത് വായിച്ചു. കത്ത് ചോദിച്ചു വാങ്ങി. ഇത് സംഭവിച്ചു, തെറ്റാണ് എന്നിവർ പറയുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. BJP പോലെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തോട് എന്തെങ്കിലും വിയോജിപ്പോ എതിർപ്പോ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ കത്ത് ഇതുപോലുള്ള പൊതുപരിപാടികൾ വായിക്കാൻ പറ്റാത്തതാണ് എന്നൊന്നും അഭിപ്രായം നമ്മളിപ്പോൾ പറയണ്ട. പക്ഷേ ഇവരുടെ രാഷ്ട്രീയം അനുസരിച്ച് അത് ശരിയല്ലല്ലോ. CPM-ൻ്റെയും സംസ്ഥാനം ഭരിക്കുന്ന CPM-ൻ്റെയും CPI-യുടെയും അക്കാലത്ത് ഭരിക്കുകവരാണല്ലോ. അപ്പോൾ അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ആ വേദിയിൽ വായിക്കാൻ പാടില്ല. പക്ഷേ അത് സംഭവിച്ചു. എന്ന് വെച്ചാൽ അത്ഭുതകരമാണ്. ഇവർ പറയുന്നത് ഹിന്ദു സംഗതികളുടെ ആകപ്പാടെ കുത്തകാവകാശം BJP-ക്കല്ല. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് സവിശേഷമായിട്ടുള്ളൊരു പ്രാധാന്യമില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രിയുടെ വായിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് തീർത്ഥാടകരായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ ഹിന്ദുത്വ നേതാവായതുകൊണ്ട് അവരുടെ കത്ത് CPM ലീഡർഷിപ്പ് വഹിക്കുന്ന ഈ മന്ത്രിസഭ നടത്തുന്ന ഒരു അയ്യപ്പ സംഗമത്തിൽ വായിക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്തൊരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ബ്ലണ്ടർ ഉണ്ടല്ലോ അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ. അതെങ്ങനെ സംഭവിച്ചു, ആരാണത് വായിച്ചത് എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇവർ പറഞ്ഞ പല കാര്യങ്ങളിലും ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് ഈ സംഭവത്തിൽ എന്താണ് ഇവർ കണ്ടിരിക്കുന്നത്, ആരാണ് ഇതിന് കാരണക്കാരനായത്, അതെങ്ങനെ സംഭവിച്ചു. ഇവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആകെ കടക്കൽ നിൽക്കുന്ന കത്തിവെക്കുന്ന നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരാളുടെ ആശംസാവാചകം കൂടെ വായിച്ചിട്ട് ഹിന്ദുത്വയുടെയും ശബരിമലയുടെയും കുത്തകാവകാശം അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ആ പദവി BJP ലീഡർഷിപ്പിനാണ്, അതിൽ യോഗി ആദിത്യനാഥനാണെന്നുള്ള അവകാശം എന്നിവർ തന്നെ സമ്മതിക്കുന്ന നില എങ്ങനെ ഉണ്ടായി എന്ന് ഇവർ വിശദീകരിച്ചില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുറേ പോകേണ്ടി വരും. ഞാൻ അപ്പോഴും പറയുന്നു, ഒരു മുഖ്യമന്ത്രിയുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കത്താണ് വായിച്ചത്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എതിർക്കേണ്ടതില്ല. പക്ഷേ ഇവരുടെ രാഷ്ട്രീയത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അവരുടെ ഷൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം കൺമുന്നിൽ നടക്കുകയാണ്. അപ്പോൾ ഇത്തരം ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറുകളുടെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലത്തെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഇതിനെ വിശകലനം ചെയ്യുന്ന ആളുകൾ നമ്മൾ പറയുന്ന പോലെ ഒരുപക്ഷെ ഇതിനേക്കാൾ കർക്കശമായ വാക്കുകളിലൂടെ കീറിമുറിക്കുമെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒരു പോസിറ്റീവ് സംഗതിയുണ്ട്. തെറ്റ് മനസ്സിലാക്കുകയും തെറ്റ് സമ്മതിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഏതൊരു വ്യക്തിക്കും സംഘടനയ്ക്കും തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന ആംഗിളിൽ നോക്കുമ്പോൾ ഇവരിതുവരെ ശരിയാണ്. റൈറ്റ്. ഒരുപക്ഷെ ഈ CPM ഒക്കെ നിരന്തരം ഈ കോൺഗ്രസ്സുകാരാലും BJP-ക്കാരാലും ഒക്കെ പരിഹസിക്കപ്പെടുന്ന ഒരു കാര്യം, ഇവരെന്നും എന്തെങ്കിലും കുഴപ്പം കാണിക്കുക അതിനുശേഷം പിന്നെ തിരുത്തും എന്ന് പറയുന്നു. പക്ഷേ അത് അടിസ്ഥാനപരമായി CPM-ൻ്റെ സംഘടനാ രീതി കൂടിയാണ്, മാർക്സിസ്റ്റ് രീതിയാണ്. അവർ തിരുത്തും, സ്വയം വിമർശനം ഉണ്ടാവും, തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് അതിൻ്റെ ആ പാർട്ടിയുടെ പ്രത്യേകത. ഏതാണ്? ഓരോ പാർട്ടിക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലോ. അതാണ് ആ പാർട്ടിയുടെ പ്രത്യേകത. അതറിയാവുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അത് അതിന് മട്ടിൽ അംഗീകരിക്കുമെന്ന് നമുക്ക് കരുതാം. പാർട്ടി നേതൃത്വത്തിനെതിരെ കർശനമായ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് CPIM തീരുമാനം. പരാജയം മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെന്ന കാര്യം സ്വയം വിമർശനമായി അംഗീകരിക്കാനും പാർട്ടി നേതൃത്വം തയ്യാറായി. വലതുപക്ഷ ശക്തികളുടെ സ്വാധീനം കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്നും CPIM ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പുതിയ കാലത്ത് പാർട്ടി മുന്നോട്ട് വയ്ക്കേണ്ട ആശയങ്ങളും പ്രവർത്തന പദ്ധതിയും എന്താകണമെന്നതിൽ നിർദ്ദേശങ്ങളും അഭിപ്രായവും തേടാനുള്ള തീരുമാനവും സ്വാഗതാർഹമാണ്. മുൻപും വലിയ പരാജയങ്ങൾക്ക് ശേഷം CPIM ശക്തമായി തിരിച്ചു വന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിച്ച് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായ സാന്നിധ്യമായി മാറാൻ CPIM-ന് സാധിക്കും എന്ന് തന്നെ തൽക്കാലം നമുക്ക് കരുതാം.